ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെയൊക്കെ വില്ലുന്ന, അതിനൊക്കെ കടത്തി വെട്ടുന്ന അതിഗംഭീരമായ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടാണ് ബിന്ദു സഖാവിൻ്റെ ഔദ്യോഗിക കർത്തവ്യ കാലാവധി അവസാനിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും 4 വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയത്. സംഭവം എന്താ വെച്ചാൽ സംഭവം ലളിതമാണ്. കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രിൻസിപ്പൽമാരുടെ പോസ്റ്റ് വേക്കൻ്റാണ്. പക്ഷേ ആളെ നിയമിച്ചിരുന്നില്ല. നിയമിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ ചുവപ്പ് നാടയും പച്ച നാടയും നീല നാടയൊക്കെ കാരണമാണ്. പിന്നെ ഇവരുടെ പണ്ടത്തെ പോലെ ഈ സീനിയോറിറ്റിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽമാരെ ഇപ്പോൾ നിയമിക്കാനും പറ്റില്ല. UGC അതിന് പല നിബന്ധനകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നും അതൊക്കെ വെട്ടിച്ചുരുക്കിയും അതിലൊക്കെ മായം ചേർത്തിട്ടും വേണം നമ്മുടെ പാർട്ടിക്കാരായ സഖാത്തികളെയൊക്കെ ആ സീറ്റിൽ കയറ്റി ഇരുത്താനായിട്ട്. UGC പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഒരു വഴിക്കാക്കുക എന്നുള്ള പാർട്ടിയുടെ ചുമതല ബിന്ദു മാഡത്തെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം, ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാൻ പറ്റുകയില്ല.